ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS ആണ്. EVSലെ 3ാമത്തെ ചാപ്റ്റർ വാട്ടർ ആൻഡ് സോയിൽ. അപ്പോൾ വാട്ടർ ആൻഡ് സോയിൽ എന്നുള്ള നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മളിന്ന് 2ാമത്തെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടേണിംഗ് മഡി വാട്ടർ ഇൻറ്റു ക്ലിയർ വാട്ടർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് കേട്ടോ. ചളിവെള്ളം എങ്ങനെയാണ് ക്ലിയർ വാട്ടർ ആക്കുന്നത് എന്നാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എക്സ്പെരിമെൻ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. ടേക്ക് 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. Place cotton or cloth over the hole. Fill gravel, sand and coconut shell charcoal in each of the shells. Arrange it over a glass as shown in the picture. Now pour muddy water into coconut shell at the top. എങ്ങനെ ചെയ്യാനാണ് പറയണത്? 3 ചിരട്ടി എടുത്തിട്ട് 3 ചിരട്ടിയിലായിട്ട് ആദ്യത്തെ ചിരട്ടിയിൽ ഗ്രാവൽ എന്ന് വെച്ചാൽ ചരൽ, രണ്ടാമത്തതിൽ സാൻഡ് എന്ന് വെച്ചാൽ മണൽ, മൂന്നാമത്തതിൽ കോക്കനട്ട് ഷെൽ ചാർക്കോൾ എന്ന് വെച്ചാൽ എന്താ, അതായത് ചിരട്ടക്കരി അല്ലേ. അങ്ങനെ നിറച്ചു. അതിനുശേഷം താഴെയായിട്ട് ഈ 3 ചിരട്ടിൻ്റെ അടിയിൽ ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഹോളിൽ ഒരു കോട്ടണോ അല്ലെങ്കിൽ തുണിയോ വെക്കണം. അതിൻ്റെ മേലെയാണ് ഇത് നിറയ്ക്കേണ്ടത്. ഗ്രാവലും സാൻഡും കോക്കനട്ട് ഷെൽ ചാർക്കോളും നിറയ്ക്കേണ്ടത്. എന്നിട്ട് താഴെയായിട്ട് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കണു. ഏറ്റവും മേലത്തെ ചിരട്ടിയിൽ ചളി വെള്ളം ഒഴിക്കുന്നു. അപ്പം നിങ്ങൾ എന്താണ് കാണുന്നത് എന്നാണ് ചോദ്യം. മുകളിലെ ചിരട്ടിൽ എന്താണ് ഗ്രാവല്, താഴെ എന്താ സാൻഡ്, അടുത്തത് കോക്കനട്ട് ഷെൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എക്സാമിന് ഇത് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് കണ്ടെത്തുന്നത്? റൈറ്റ് ഇൻ യുവർ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. ദ സെയിം മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫിൽറ്റർ വാട്ടർ ഇൻ ദ റെയിൻ വാട്ടർ ടാങ്ക്. റെയിൻ വാട്ടർ ടാങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇവിടെ ടേബിളിൽ എന്താ ഒരു കോളത്തിൽ എന്താ ഇവിടെ പറയുന്നത് നോക്കാം. ഈ ബോക്സിനകത്ത് എന്താ പറയണത്? നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ചിരട്ടയൊക്കെ ഉപയോഗിച്ചിട്ടാണോ വാട്ടർ പ്യൂരിഫൈ ചെയ്യണത്? അല്ല അല്ലേ. പലയിടങ്ങളിലും എന്താണുള്ളത്, വാട്ടർ പ്യൂരിഫയർ ഉണ്ട് അല്ലേ. നമുക്ക് വാട്ടർ പ്യൂരിഫയർ നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും. വാട്ടർ പ്യൂരിഫയേഴ്സ് ആണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സ്കൂൾസിലും നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും ജലക്ഷാമമുള്ള ഇടങ്ങളിൽ എന്താ ഉപയോഗിക്കുന്നത്? കടൽ വെള്ളമാണ് പ്യൂരിഫൈ ചെയ്തിട്ട് കുടിക്കാനൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോംസ്. സീ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ആസ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ സം കൺട്രീസ് വിത്ത് സിവിയർ പ്യുവർ വാട്ടർ ഷോർട്ടേജ്. ദ വാട്ടർ റിസീവ്ഡ് ഇൻ ഹോംസ് ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് കളക്റ്റഡ് ഫ്രം വാട്ടർ സോഴ്സസ് ആൻഡ് പ്യൂരിഫൈഡ്. അടുത്ത് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് എഴുതാം. ആ കോക്കനട്ട് ഷെല്ലിൽ വെച്ച് കോക്കനട്ട് ഷെല്ലിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്കിവിടെ എക്സ്പെരിമെൻറ്റ് നോട്ടായിട്ട് എഴുതാം കേട്ടോ. ഇത് 2ാമത്തെ എക്സ്പെരിമെൻ്റ് ആണ്. ഫസ്റ്റത്തെ എക്സ്പെരിമെൻറ്റ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ ഫസ്റ്റത്തെ പാർട്ടിൻ്റെ ക്ലാസ്സിലാണ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഉള്ളത് കേട്ടോ. നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നോക്കാം. നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് മുച്ചട്ടി അരിപ്പാന്നാണ്. മെറ്റീരിയൽസ് നീഡഡ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമാണ്? 2 ഗ്ലാസ്, 3 കോക്കനട്ട് ഷെല്ല്, ഗ്രാവൽ, സാൻഡ്, കോക്കനട്ട് ഷെൽ ചാർക്കോൾ. എന്താണ് എക്സ്പെരിമെൻറ്റ് മെത്തേഡ് എന്താണ്? ടേക്ക് 3 coconut shells and make a hole each in them. Place cotton or cloth over the hole. Fill gravel, sand and coconut shell charcoal in each of the shells. Arrange gravel on the top, sand on the middle, charcoal on the bottom and so on. Place in top of 1 glass. Now pour muddy water into coconut shell at the top. അന്ന് കണ്ടെത്തുന്ന ഒബ്സർവേഷൻ എന്താണ്? The bottom glass is filled with pure water. താഴെയുള്ള ഗ്ലാസ്സിൽ നമുക്ക് എന്ത് കളക്ട് ചെയ്യാൻ പറ്റുന്നു? പ്യുവർ വാട്ടർ, തെളിനീര് അല്ലേ. കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് യൂസിങ് സാൻഡ്, ഗ്രാവൽ ആൻഡ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ. വെള്ളം നമുക്ക് സാൻഡും ചാർക്കോളും അതേപോലെ തന്നെ ഗ്രാവലും വെച്ച് നമുക്ക് വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മണ്ണിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. മണ്ണിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞത്? വെള്ളത്തിൻ്റെ, അതായത് വാട്ടർ ഓൺലി യൂസസും വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സോയിലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ സോയിലിനെ കുറിച്ച് നമ്മളിവിടെ 3 ഡയലോഗ്സ് ഉണ്ട്. 3 ആൾക്കാർ പറയുന്നത് എന്തൊക്കെയാണ് നോക്കാം. ആദ്യത്തെ ചിത്രം നോക്കൂ, ധാരാമുള്ളം പന്നിയാണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? വി ലീവ് ഇൻ ബോറോസ് ഇൻ ദ സോയിൽ. ഞങ്ങൾ മണ്ണിലുള്ള മാളങ്ങളാണ് താമസിക്കുന്നത് പറയുകയാണ്. അടുത്തത് എന്താ? ഒരു വിത്താണ്, വിത്ത് മുളച്ച് വന്ന ഒരു വിത്ത് പറയുകയാണ്. ഐ വാസ് ഇൻ ദ സോയിൽ. ഞാൻ മണ്ണിലായിരുന്നു ഇത്രയും നാളും. ആൻഡ് കേം ഔട്ട് വെൻ ഐ റിസീവ്ഡ് വാട്ടർ. വെള്ളം കിട്ടിയപ്പോൾ ഞാൻ പുറത്തു വന്നു. അടുത്തത് ആരാണ്? മണ്ണിരയാണ് അല്ലേ. ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. ഞാൻ എപ്പോഴും മണ്ണിൽ തന്നെയാണെന്ന് പറയുകയാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ക്രിയേച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ? മണ്ണ് കൊണ്ട് ജീവജാലങ്ങൾക്കും മറ്റ് പ്ലാന്റ്സിനും മറ്റ് ജീവികൾക്കൊക്കെ എന്താണ് ഗുണം? എന്താണ്?
ഒന്ന് പ്രൊവൈഡ്സ് ഹാബിറ്റേറ്റ് ഫോർ വേരിയസ് ഓർഗാനിസം. ഒരുപാട് ജീവികളുടെ വാസസ്ഥലം, ഹാബിറ്റേറ്റ് ആണ് എന്ത്, മണ്ണെന്ന് പറയുന്നത്. അടുത്തത് ഹെൽപ്സ് ഇൻ ഒബ്റ്റെയിനിങ് ഫുഡ് ഫോർ പ്ലാന്റ്സ് ആൻഡ് വേരിയസ് ഓർഗാനിസം. അതുപോലെ ചെടികൾക്കും മറ്റ് ജീവികൾക്കൊക്കെ ഭക്ഷണം കിട്ടുന്നത് എവിടെ നിന്ന്, ആ മണ്ണിൽ നിന്നാണ്. അടുത്തത് സോയിൽ ഹെൽപ്സ് പ്ലാന്റ്സ് ടു ഗ്രോ ആൻഡ് കീപ് ദെയർ റൂട്ട് സ്ട്രോങ്. അതുപോലെ ചെടികൾക്ക് വളരാനും അവയുടെ വേര് ശക്തമായി വേരിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് എന്താണ്, മണ്ണാണ് അല്ലേ. ഹൗ എബൌട്ട് എസ്, നമുക്ക് എങ്ങനെയാണ്, അതായത് മനുഷ്യർക്ക് എങ്ങനെയാണ് മണ്ണ് എങ്ങനെയാണ് ഹെൽപ്പ് ആവുന്നത്? ഫോർ ഫാമിംഗ്, കൃഷിക്ക്. ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ, വീട് നിർമ്മാണത്തിന്. ഫോർ മേക്കിംഗ് പോട്ട്സ്, പാൻസ്, ടൈൽ, അതുപോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ മണ്ണ് വേണം. പിന്നെ ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ്, ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെ മണ്ണ് വേണം. ലെറ്റ്സ് ക്രിയേറ്റ് മോഡൽസ്. ഇനി മണ്ണ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാം, പല രൂപങ്ങൾ നിർമ്മിക്കാനാണ് പറയുന്നത്. ഹാവ് യു സീൻ ദ മോഡൽസ് ക്രിയേറ്റഡ് ഫ്രം, അപ്പോൾ ക്ലേ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ, പല മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറയാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അടുത്തത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സോയിൽ യൂസ് ടു ക്രിയേറ്റ് ഷേപ്പ്. അപ്പം പല ഷേപ്പുകൾ ഉണ്ടാക്കാം, ക്ലേ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, മണ്ണ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത്തരം മണ്ണുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. എക്സാമിൻ ദ കളർ ആൻഡ് സൈസ് ഓഫ് ദ ഗ്രെയിൻസ്. അപ്പോൾ ആ മൺതരികളുടെ കളറും സൈസൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആർ ദ സോയിൽ സീൻ അറൌണ്ട് ആസ് ദ സെയിം. നമുക്ക് ചുറ്റുമുള്ള എല്ലാ മണ്ണും കാണാൻ ഒരുപോലെയാണോ? ലെറ്റസ് എക്സാം നിരീക്ഷിച്ച് നോക്കാനാണ് പറയുന്നത്. കളക്ട് സോയിൽ ഫ്രം യുവർ സ്കൂൾ കോർട്ട്യാർഡ്, അണ്ടർനെത്ത് എ ട്രീ, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുള്ള മണ്ണ് ശേഖരിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഈ ടേബിളിൽ എഴുതാനാണ് കേട്ടോ പറയണത്. ഡു ഓൾ ദ സോയിൽ ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ. നിങ്ങൾ കളക്ട് ചെയ്ത എല്ലാ മണ്ണും ഒരേ കളർ ആണോ? ആർ ദ ഡിഫറൻസസ് ഇൻ ദ സൈസ് ഓഫ് ഗെയിൻസ്. അപ്പോൾ ആ മൺതരികൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ എൻവയോൺമെന്റൽ സയൻസ് ഡയറി. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നോട്ട് ചെയ്യാൻ എഴുതാനാണ് പറയുന്നത്. ഈ സോയിലിന്റെ സ്റ്റോറി പറയാം. ഇവിടെ എന്താണ് സോയിൽ പറയുന്നത്? Friends, you know me, I am the soil. I am of different types. My nature is different in different places. There are lakes of microorganisms and many other compounds in me. I became like this through thousands of years of continuous biological and non-biological processes. അതായത് മണ്ണുണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. മണ്ണുണ്ടാകുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടൊന്നും അല്ല. ഒരു തരി അല്ലെങ്കിൽ ഒരു നമ്മൾ കാണുന്ന ഒരു തരി മണ്ണുണ്ടാകാൻ തന്നെ ഒരുപാട് തൗസൻഡ്സ് ഓഫ് ഇയർ ആവശ്യമാണ്. അതും എങ്ങനെയാണ് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് എന്തുണ്ടാകുന്നത്, മണ്ണുണ്ടാകുന്നത് അല്ലേ. അതാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സോയിൽ യൂസ് ടു ക്രിയേറ്റ് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന മണ്ണിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഹൈ ക്ലേ കണ്ടന്റ് ആയിരിക്കും. പിന്നെയോ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവും, മോയ്സ്ചർ റിട്ടൻഷൻ ഉണ്ടായിരിക്കും. ആർ ദ സോയിൽ സീൻ അറൌണ്ട് ആസ് എ സെയിം. നമുക്ക് ചുറ്റുമുള്ള എല്ലാ മണ്ണും ഒരേപോലെയാണോ? നോ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല തരത്തിലുള്ള മണ്ണുകളെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. 8 തരത്തിലുള്ള മണ്ണുകളെ കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കോസ്റ്റൽ സോയിൽ, അതായത് കടൽ തീരത്തൊക്കെയുള്ള മണ്ണില്ലേ, അതാണ് കേട്ടോ കോസ്റ്റൽ സോയിൽ എന്ന് വെച്ചാൽ. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഇസ് ഫൗണ്ട് ഇൻ കോസ്റ്റൽ ഏരിയാസ് ഓഫ് കേരള ആൻഡ് ഇസ് ലെസ് ഇൻ ന്യൂട്രിയൻസ് എല്ലാം കുറവായിരിക്കും. അടുത്ത അലൂവിയൽ സോയിൽ. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഇസ് ഫൗണ്ട് ഇൻ റിവർ സൈഡ് ആൻഡ് പ്ലെയിൻസ് ഏരിയ. അതായത് എന്താണ് ഈ പറഞ്ഞ പോലെ നദീതീരങ്ങളിലൊക്കെ കാണുന്ന സോയിലാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഹാസ് റിച്ച് ന്യൂട്രിയൻസ്. അത് ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള സോയിലാണ് കേട്ടോ അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അടുത്തത് ബ്ലാക്ക് സോയിൽ ഫൗണ്ട് ഇൻ സ്വാമ്പി ഏരിയ. സ്വാമ്പി ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, ചതുപ്പ് നിലങ്ങളിൽ കാണുന്നതാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അടുത്തത് ലാറ്ററൈറ്റ് സോയിൽ എന്ന് വെച്ചാൽ മിക്സ്ഡ് വിത്ത് ഗ്രാവൽ, ആസിഡിക് ഇൻ നേച്ചർ ആണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് കേട്ടോ. ചരലൊക്കെ കലർന്നിട്ടുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ. റെഡ് സോയിൽ എന്ന് വെച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് കേരള ആൻഡ് സ്ലോമി ആൻഡ് സാൻഡി ടൈപ്പ്. ഇതേപോലെ തന്നെ എങ്ങനെയാണ്, സാൻഡി ടൈപ്പ് ആയിരിക്കും റെഡ് സോയിൽ എന്ന് വെച്ചാൽ. അതുപോലെ നമ്മൾ കേരളത്തിന്റെ ഈസ്റ്റേൺ പാർട്ടിൽ കാണുന്ന സോയിലാണ് റെഡ് സോയിൽ എന്ന് പറയുന്നത്. അടുത്തത് മൗണ്ടെയിൻ സോയിൽ. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഇസ് ഫൗണ്ട് ഇൻ ദ മൗണ്ടേനിയസ് ഏരിയാസ് ഓഫ് കേരള. കേരളത്തിന്റെ മലപ്രദേശങ്ങൾ കാണുന്നതാണ് മൗണ്ടേനിയസ് സോയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഒരുപാട് ന്യൂട്രിയൻസ് കണ്ടന്റ് ഉണ്ട്. അടുത്തത് ലാറ്ററൽ സോയിൽ ഓർ ബ്ലാക്ക് കോട്ടൺ സോയിൽ. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഇസ് കോമൺലി ഫൗണ്ട് ഇൻ ദ മിഡ് ലാൻഡ് ഓഫ് കേരള ആൻഡ് ഇസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അടുത്തത് ഫോറസ്റ്റ് സോയിൽ. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഇസ് ഫൗണ്ട് ഇൻ ദ ഫോറസ്റ്റ് ഏരിയാസ് ഓഫ് കേരള ആൻഡ് ഇസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഇനി ആ സോയിൽസിന്റെ ചിത്രം കൂടെ കാണിച്ചില്ല. അതാണ് കോസ്റ്റൽ സോയിൽ. അടുത്തത് അലൂവിയൽ സോയിൽ, ഇത് ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ,
റെഡ് സോയിൽ, മൗണ്ടെയിൻ സോയിൽ, ലാറ്ററൽ ഓർ ബ്ലാക്ക് കോട്ടൺ സോയിലും ഫോറസ്റ്റ് സോയിൽ. അപ്പോൾ എത്ര തരത്തിലെ സോയിൽ നമ്മൾ പഠിച്ചു? 8 തരത്തിലുള്ള സോയിൽ പഠിച്ചു അല്ലേ? അടുത്തത്, യു ഹാവ് റീഡ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ, ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോസസ് ത്രൂ വിച്ച് ദ സോയിൽ ഇസ് ഫോമഡ്, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്, കംപ്ലീറ്റ് ദ സ്റ്റോറി ഓഫ് ദ സോയിൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ എൻവിറോൺമെന്റൽ സയൻസ് ഡയറി. സ്റ്റോറി, അതായത് സോയിലിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി നമുക്ക് എഴുതി ചേർക്കാം. Soil is formed through thousands of years of continuous organic and inorganic activity. There are several factors involved in it. ഇപ്പോൾ സോയിൽ ഉണ്ടാവുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. The major ones are time, weather change, flow of rivers, rock breaking, erosion, biological activities, etc. ഇതെല്ലാം തന്നെ എന്തിന് കാരണമാണ്? മണ്ണ് ഉണ്ടാവാനുള്ള, സോയിൽ ഫോം ചെയ്യാനുള്ള കാരണങ്ങളാണ്. Next, within the soil. Within the soil, which are the creatures that live within the soil? Try to write it. അതായത് മണ്ണിനുള്ളിൽ ഏതെല്ലാം ജീവികളുണ്ട്, എന്നാണ് ചോദ്യം. Which are the creatures that live within the soil? Observe the soil in your school surroundings using a hand lens. Which creatures were you able to find? Where do they get the food, water and the air that they need? Let us do some experiments to find this out. നമ്മൾ ഒരുപാട് ജീവികൾ മണ്ണിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ജീവികൾക്ക് ആവശ്യമുള്ള ഫുഡും വാട്ടറും എയറൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് കണ്ടെത്താമെന്നാണ് പറയുന്നത്. അതിന് മുമ്പായിട്ട് മണ്ണിലുള്ള ജീവികളെ നമുക്ക് ഏതൊക്കെയാണെന്ന് എഴുതാം. കുറച്ചെണ്ണം നമുക്ക് എഴുതാം കേട്ടോ. ഏതൊക്കെ എഴുതാം? എർത്ത് വേംസ് അല്ലേ, മണ്ണിര, ആൻസ്, ഉറുമ്പ്, ബീറ്റിൽ എന്ന് വെച്ചാൽ വണ്ട്, സെന്റിപ്പേഡ് എന്ന് വെച്ചാൽ പഴുതാര, പിന്നെ ടെർമൈറ്റ്സ്, ചിതലുകൾ. ഇതെല്ലാം എവിടെയാണ്? ഇനി ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ? ഇനി ഒരുപാട് ജീവികൾ മണ്ണിലുണ്ട്. അത് കണ്ടെത്തി എഴുതുക. അപ്പം ഈ ഇത്തരം ജീവികൾക്ക് മണ്ണിൽ നിന്ന് എവിടെ നിന്നാണ് ഫുഡും വാട്ടറും എയറൊക്കെ കിട്ടുന്നത് നമുക്ക് നോക്കാം. അതിന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ല, ഫസ്റ്റ് എക്സ്പെരിമെന്റ് പറഞ്ഞാൽ എയർ ഇൻ ദ സോയിൽ. മണ്ണിൽ എയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അതെങ്ങനെ ചെയ്ത് നമുക്ക് നോക്കാം. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ? മണ്ണിൽ എയർ ഉണ്ടോ, വായു ഉണ്ടോ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? നമുക്ക് എങ്ങനെ കണ്ടെത്താം? ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ. മണൽക്കട്ടകൾ എടുക്കുക, അതായത് ഉണങ്ങിയ മണൽക്കട്ടകൾ എടുക്കുക കേട്ടോ. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ മണൽക്കട്ടകൾ ആ വെള്ളത്തിലോട്ട് ഇടുക. വാട്ട് ഈസ് ഹാപ്പനിങ്? റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ എൻവിറോൺമെന്റൽ സയൻസ് ഡയറി. ഷെയർ ദ ഫൈൻഡിങ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്നിട്ട് അത് കണ്ടെത്തിയ കാര്യം നമ്മൾ ബുക്കിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത എക്സ്പെരിമെന്റ് എഴുതാം. എക്സ്പെരിമെന്റ് 3. Name of the experiment: air in the soil. Materials needed: glass, water, dried clumps of soil. Experiment method: take a glass of water and put some dried clumps of soil in it. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് എന്തിടുക? ഉണങ്ങിയ മണൽക്കട്ടകൾ ഇട്ടു. ഒബ്സർവേഷൻ, എന്നിട്ട് നമുക്ക് ഒബ്സർവേഷൻ എന്താ? എയർ ബബിൾസ് ഫ്രം ദ ഡ്രൈഡ് ക്ലംസ് റൈസ് എബോവ് ദ വാട്ടർ ഇൻ ദ ഗ്ലാസ്. അതിന് നമുക്ക് എയർ ബബിൾസ് വരുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ സോയിൽ കണ്ടെയ്ൻസ് എയർ. സോയിൽ എന്തുണ്ട്? എയർ ഉണ്ട്. അടുത്തത്, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മണ്ണിൽ വായു ഉണ്ട്, മണ്ണിൽ എയർ ഉണ്ട്. അടുത്തത് വാട്ടർ ഇൻ ദ സോയിൽ. സോയിലിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടോ, വെള്ളമുണ്ടോ എന്നാണ് ചോദ്യം. അതായത് മഴ പെയ്തിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ വെള്ളം ഒഴിച്ചിട്ടോ അതല്ല ചോദിക്കുന്നത്. അതല്ലാണ്ട് മണ്ണിൽ ജലാംശം ഉണ്ടോ എന്നാണ് ചോദ്യം കേട്ടോ. ആർ ദ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ? മണ്ണിൽ ജലാംശമുണ്ടോ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? നമുക്ക് എങ്ങനെ കണ്ടെത്താം? കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പാരന്റ് ബോട്ടിൽ. അപ്പോൾ ഒരു ട്രാൻസ്പാരന്റ് ബോട്ടിൽ ഗ്ലാസ് എടുത്തു. നമുക്ക് പുറത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ഗ്ലാസ് ട്രാൻസ്പാരന്റ് ബോട്ടിൽ എടുത്തിട്ട് അത് നമുക്ക് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള മണ്ണ് എടുത്തിട്ട് അതിലിടുക. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ സൺലൈറ്റ്. എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് സൺലൈറ്റിൻ്റെ സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്ന അടുത്ത് കൊണ്ട് വയ്ക്കുക. എക്സാമിൻ ഇറ്റ് ആഫ്റ്റർ 10 minutes. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്ത് കാണുന്നു? വാട്ട് ചേഞ്ചസ് ഡിഡ് യു ഫൈൻഡ്? വാട്ട് ഇസ് സീൻ ഓൺ ദ സൈഡ് ഓഫ് ദ ബോട്ടിൽ? ബോട്ടിലിൻ്റെ സൈഡിൽ എന്താണ് ഉണ്ടാവുക? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? പ്രിപ്പയർ എ ഒബ്സർവേഷൻ നോട്ട്. അപ്പോൾ നമുക്ക് എഴുതാം അടുത്ത എക്സ്പെരിമെൻറ്റ്. 4ാമത്തെ എക്സ്പെരിമെൻറ്റ്. നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്: water in the soil. Materials needed: transparent bottle, soil from biodiversity garden. Experiment method: collect the soil from the biodiversity garden in a transparent bottle, close it and keep it in the sun for 10 minutes. Observation: water particles cling to the sides of the bottle. ബോട്ടിലിൻ്റെ ഉള്ളിലായിട്ട് സൈഡിലായിട്ട് എന്തുണ്ട്? വെള്ളത്തുള്ളികൾ കാണാൻ സാധിക്കും. കൺക്ലൂഷൻ: there is presence of water in soil. തീർച്ചയായിട്ടും സോയിൽ എന്തുണ്ട്? ജലാംശമുണ്ട്.
അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം, നമ്മുടെ മൂന്നാമത് എന്താ, മണ്ണിൽ എന്തുണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. ബയോമാസ്, അതായത് ജൈവാംശം ഉണ്ടോ എന്നാണ് കണ്ടെത്തുന്നത്. Fill half of a glass with the soil from the biodiversity garden. ഒരു ഗ്ലാസ് എടുത്തു, അതിൽ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ എടുത്ത മണ്ണിട്ടു. pour water in this and mix well. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. What can you see? Prepare an experiment note. ഒരു എക്സ്പെരിമെന്റ് നോട്ട് എഴുതാനാണ് പറയുന്നത്. ബയോമാസ് എന്ന് വെച്ചാൽ ബയോമാസ് ഇൻക്ലൂഡ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ് എക്സെട്ര. ബയോമാസ് എന്ന് വെച്ചാൽ ഉണങ്ങിയ ഇലയും അതുപോലെ കമ്പുകളും അതുപോലെ ജീവികളുടെ അവശിഷ്ടങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് ബയോമാസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഗ്രോ അബണ്ടന്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. അപ്പോൾ നല്ല ബയോമാസ് ഉള്ള മണ്ണിലാണ് നന്നായി ചെടികളൊക്കെ വളരുക. സോയിൽ വിത്ത് ബയോമാസ് ഇസ് ദ ഫുഡ് ഓഫ് എർത്ത് വൂം. അപ്പോൾ വിത്ത് ബയോമാസ് ഉള്ള മണ്ണാണ് എർത്ത് വേംസിന്റെ, മണ്ണിരയുടെ ആഹാരം എന്ന് പറയുന്നത്. വേർ ഇസ് എ സോയിൽ വിത്ത് മോർ ബയോമാസ് ഇൻ യുവർ ഹോം സറൗണ്ടിങ്സ്, ഫൈൻഡ് ഔട്ട്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപരിസരത്ത് നിന്ന് എവിടെ നിന്നാണ് നല്ല ബയോമാസുള്ള മണ്ണ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. Experiment 5. Name of the experiment: biomass in the soil, materials needed, soil from biodiversity garden, water transparent glass. Experiment method: take half of the soil collected from the biodiversity garden in a glass, add water and mix well. Observation: many objects including dust from dry leaves are seen floating in the water. ഒരുപാട് വസ്തുക്കൾ ആ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും. About the soil embedded in the glass. Conclusion എന്താണ്? Soil contains biomass. തീർച്ചയായിട്ടും മണ്ണിൽ എന്തുണ്ട്? ബയോമാസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന പല രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. There are lakhs of creatures within and outside the soil. മണ്ണിനുള്ളിലും പുറത്തുമായിട്ട് ഒരുപാട് ജീവിക്കുന്നുണ്ട്. Plants grow by absorbing water and nutrients from the soil. പ്ലാന്റ്സോ മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസും വാട്ടറൊക്കെ വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. Creatures including human beings depend on the soil for many purposes. അപ്പോൾ ജീവികൾ, മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവികൾ എങ്ങനെയാണ് മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് പർപ്പസിന് മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. We can survive only by protecting the soil from pollution and preserving it from loss of fertility. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജലം സംരക്ഷിക്കുന്ന പോലെ തന്നെ മണ്ണ് സംരക്ഷിക്കണം, മലിനമാക്കാതിരിക്കണം. അതേപോലെ തന്നെ മണ്ണിന്റെ വളക്കൂറ്, ആ ഒരു ഫെർട്ടിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കണം, പ്രിസർവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത നമ്മൾ ലാസ്റ്റ് സെക്ഷനിലെ ലെറ്റ് ആസ് അസസിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദി കോൺസെപ്റ്റ് മാപ്പ്. വാട്ടർ ആൻഡ് സോയിൽ ഉണ്ട്, കോൺസെപ്റ്റ് മാപ്പാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ കോമ്പോണൻസ് ഇൻ ദ സോയിൽ, മണ്ണിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി എക്സ്പെരിമെന്റ് ചെയ്തിട്ട്. എയർ, വാട്ടർ, ബയോമാസ്. ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ, മണ്ണിൽ ഏതൊക്കെ ജീവികളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. എർത്ത് വേം ആൻഡ് സെന്റിപേഡ്, ഒരു പഠനം പഠിച്ചില്ല. അപ്പോൾ ഏതെങ്കിലും 3 എഴുതുക. യൂസസ് ഓഫ് വാട്ടർ, വാട്ടർ കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണ്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്, ഫോർ വാഷിംഗ്. വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? പോൺസ്, റിവേഴ്സ്, ഡാംസ്, അങ്ങനെ ഒരുപാട് വാട്ടർ സോഴ്സസ് ഉണ്ട്. അപ്പോൾ എന്ത് ഈ കോൺസെപ്റ്റ് മാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച് ദ റിവർ സൈഡ് ടു പ്ലേ. കുട്ടനും ഫ്രണ്ട്സും പുഴയെടുത്ത് കളിക്കാൻ വന്നിരിക്കുകയാണ്. ദേ ത്രോ ദ സ്വീറ്റ് റാപ്പേഴ്സ് ഇൻ ടു ദ വാട്ടർ. അപ്പോൾ അവരെന്ത് ചെയ്തു? മിഠായി കഴിച്ചിട്ട് ആ കവർ എന്ത് ചെയ്തു? വെള്ളത്തിലിട്ടു, ആ പുഴയിലെ വെള്ളത്തിലിട്ടു. എ ഫിഷ് ഫ്രം ദ റിവർ ടോൾഡ്. അപ്പോൾ അത് കണ്ടിട്ട് ഒരു ഫിഷ്, ആ പുഴയിൽ ഒരു ഫിഷ് അവരോട് പറയുകയാണ്, ദ റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ് ജസ്റ്റ് ആസ് യുവർ ഹോം ടു യു. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ റിവറും എന്നാ ഫിഷ് പറഞ്ഞു. ഡു യു എഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? നിങ്ങൾ ഈ ഫിഷിൻ്റെ ഈ ഒപ്പീനിയനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തുകൊണ്ട്? വൈ? വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്ട് ദ വാട്ടർ സോഴ്സസ്? വാട്ടർ സോഴ്സസ് പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അപ്പോൾ എന്താണ്? 3 ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഡു യു എഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ, അതാണ് ഒന്നാമത്തെ ചോദ്യം. ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ എഴുതിയിട്ട് അതിൻ്റെ റീസണും കൂടെ എഴുതണം കേട്ടോ. ഇവിടെ നമ്മൾ എസ് എഴുതിയിരിക്കുന്നത് യെസ്, ഐ എഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ. അടുത്തത് വൈ എന്നതിൻ്റെ ഉത്തരമാണ്. ബിക്കോസ് ദ റിവർ ഇസ് ദ ഹോം ഓഫ് ഫിഷസ് ആൻഡ് മെനി അതർ ലിവിംഗ് ബീങ്സ്, ജസ്റ്റ് ലൈക്ക് വി കനോട്ട് ലിവ് ഹാപ്പിലി ഇഫ് അവർ ഹോം ആർ ഡർട്ടി. The creature in the river also cannot live if we pollute the water. What should we do to protect the water sources? മൂന്നാമത്തെ ചോദ്യം, അതിൻ്റെ ഉത്തരവാണ് never throw waste, plastic or wrappers into water sources. ഒരിക്കലും
വേസ്റ്റോ പ്ലാസ്റ്റിക്കോ അതുപോലെ തന്നെ റാപ്പേഴ്സോ ഒന്നും എന്ത് ചെയ്യരുത്, വാട്ടർ സോഴ്സസിൽ ഇടരുത്. അതുപോലെ അവോയ്ഡ് യൂസിങ് ഹാംഫുൾ കെമിക്കൽസ് ആൻഡ് സോപ്സ് ഇൻ വാട്ടർ സോഴ്സസ്. അതുപോലെ തന്നെ വളരെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും സോപ്പൊക്കെ വെള്ളത്തിൽ വാട്ടർ സോഴ്സസിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ പ്ലാന്റ് മോർ ട്രീസ് നിയർ റിവേഴ്സ് ടു കീപ് ദ വാട്ടർ പ്യുവർ. അതുപോലെ റിവേഴ്സിൻ്റെ സൈഡിലൊക്കെ നിറയെ മരങ്ങളൊക്കെ വെക്കുക. അപ്പോൾ എന്താവും, വാട്ടർ പ്യുവർ ആവും. ഓക്കെ, അടുത്ത നമ്മുടെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് നമുക്ക് ചുരുക്കി പറയാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ കുറച്ച് പലതരത്തിലുള്ള കല്ലുകൾ എടുക്കുക, കളർഫുൾ ഡിഫറെൻറ്റ് കളറിലുള്ള കല്ലുകൾ എടുത്തിട്ട് അത് പൊടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സിൻ്റെയും മറ്റ് എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ആ ചിത്രങ്ങളിൽ എന്ത് ചെയ്യുക, കളർ കൊടുക്കുന്നതിന് പകരം ഈ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കല്ലുണ്ടല്ലോ, പല കളറിലുള്ള കല്ലുകൾ, അത് വെച്ച് എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് പേസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ചാർട്ട് പേപ്പർ ആൻഡ് സ്റ്റിക്ക് ദ പൗഡേർഡ് സോയിൽ ഇൻ ദ പിക്ചർ യൂസിങ് ഗം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ, ഓർഗനൈസ് ആൻ എക്സിബിഷൻ ഇൻ യുവർ സ്കൂൾ യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ കളക്ട്. പല തരത്തിലുള്ള മണ്ണ് കളക്ട് ചെയ്തിട്ട് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന സമയത്ത് ഈ രണ്ട് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കണ്ടെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്